സെറ്റ് എയിലെ ചാപ്റ്റർ 7 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11A ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ സെറ്റ് എയിലെ വീൽ ആൻഡ് ആക്സിലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11A ആണ്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം എടുത്തെഴുതുക. ലോഡ് ഓഫ് മാസ് അഥവാ മാസ് തന്നിട്ടുണ്ട് 500 കിലോഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് അഥവാ വീലിൻ്റെ റേഡിയസ് ആണ് കേട്ടോ. റേഡിയസ് ഓഫ് വീലാണ് 0.8 മീറ്റർ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ആക്സിലിൻ്റെ ആരം എന്ന് പറയുന്നത് 0.2 മീറ്ററുമാണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് അതിൻ്റെ ബലം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എഫ് കണ്ടുപിടിക്കാൻ ഭാരം ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അഥവാ ഭാരം ബൈ യാന്ത്രിക ലാഭമാണ്. വെയ്റ്റ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് വെയിറ്റ് അല്ല, ശ്രദ്ധിക്കണം, തന്നിട്ടുള്ളത് മാസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഭാരം കണ്ടുപിടിക്കണം, അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. വെയിറ്റ് കണ്ടുപിടിക്കാൻ M×G ആണ്. M 500 ആണ്, G 9.8 ആണ്. ഇനി വേണമെങ്കിൽ 10 എടുത്ത് ചെയ്യാം, പക്ഷേ 9.8 വെച്ച് ചെയ്യാണ് ബെറ്റർ. അങ്ങനെ 500 × 9.8 4900 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൽ നിന്ന് യാന്ത്രിക ലാഭം കണ്ടുപിടിക്കണം. യാന്ത്രിക ലാഭം കണ്ടുപിടിക്കാൻ റേഡിയസ് ഓഫ് വീൽ ബൈ റേഡിയസ് ഓഫ് ആക്സിലാണ്. വീലിൻ്റെ ആരം ബൈ ആക്സിലിൻ്റെ ആരാണ്. അപ്പോൾ 0.8/0.2 ചെയ്യുക. അപ്പോൾ നമുക്ക് 8/2 എന്ന് വരും. ഫിസിക്കലിൽ 4 എന്ന് കിട്ടും. ഓക്കെ, മുകളിലും താഴെ 10 കൊണ്ട് ഗുണിച്ചതാണ്. അങ്ങനെ 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബലം കണ്ടുപിടിക്കണം. ബലം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. F സമം ഭാരം ബൈ യാന്ത്രിക ലാഭമാണ്. വെയിറ്റ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ വെയിറ്റും മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ F = 4900/4 എന്ന് കിട്ടും. അങ്ങനെ 1225 എന്ന് കിട്ടും. ഓക്കെ.